നമസ്കാരം, രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു സ്വീറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. ക്രിസ്മസിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്വീറ്റാണ്, ഒരു ഗോവൻ സ്വീറ്റാണ്. അപ്പോൾ ഇതിന് നമുക്ക് ഗോവൻ പെരാഡ് എന്നോ ഗോവൻ ചീസ്, ഗുവ ചീസ് എന്നൊക്കെ പറയാൻ പറ്റും. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമുക്കിതിന് ആവശ്യം. അപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ പേരയ്ക്ക ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കി നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം പേരയ്ക്ക അല്ലാതെ വേറെ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്, അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന്. ഇതിനായിട്ട് നമ്മൾ 2 പേരയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. പഴുത്ത 2 പേരയ്ക്ക. പഴുത്ത അങ്ങ് ഒരുപാടായി പോയതൊന്നും അല്ല. അപ്പോൾ നമ്മൾ പേരയ്ക്കൊക്കെ കഴിക്കാൻ വേണ്ടി വാങ്ങുമ്പോൾ എക്സ്ട്രാ വന്ന പേരയ്ക്കാണ് എടുത്തത്. അതുകൊണ്ട് തന്നെ ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. വേവിച്ചെടുക്കാൻ നിങ്ങൾക്ക് 2 തരത്തിൽ ചെയ്യാം. ഒന്ന് നമുക്ക് ആവി കയറ്റി എടുക്കാം. അപ്പം ഞാനിവിടെ ആവി കയറ്റി എടുക്കാനാണ് പോകുന്നത്. ഇല്ലെങ്കിൽ കുക്കറിൽ വെള്ളം ഒഴിച്ചിട്ട് ഒരു 3 വിസിലോളം വേവിച്ചെടുക്കാം. പക്ഷേ ആവി കയറ്റി എടുക്കുന്നതാണ് എപ്പോഴും നന്നാവുക. കാരണം വെള്ളം നമ്മൾ യൂസ് ചെയ്യുന്നില്ല കുക്കറിൽ വേവിച്ചെടുക്കുമ്പോൾ. അപ്പോൾ അതിൻ്റെ ആ ഒരു സത്ത് ഒക്കെ അങ്ങ് നഷ്ടപ്പെടുകയല്ലേ ചെയ്യുക. അപ്പോൾ എപ്പോഴും ആവി കയറ്റി എടുക്കുന്നതായിരിക്കും നന്നാവുക. അപ്പോൾ ആവി കയറ്റി എടുക്കാൻ വേണ്ടി നമ്മൾ ഇഡ്ഡലിത്തട്ടിൽ വെള്ളം വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പേരയ്ക്ക വെച്ച് കൊടുക്കാം. നമുക്കിത് അടച്ച് വെച്ചിട്ട് ആവി കയറ്റി എടുക്കാം. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരണം. അപ്പോൾ ഇത് ഏതാണ്ട് ഒരു 8 മുതൽ 10 മിനിറ്റോളം ആയി ആവി കയറി വരുന്നതിന് നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം. ഇതുകൊണ്ട് ഇങ്ങനെ ചെറുതായി ഇങ്ങനെ പൊട്ടിയൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് തണുത്ത് വരണം. അപ്പോൾ ചൂട് ചെറുതായിട്ട് ഒന്ന് ഇങ്ങനെ പിടിക്കാനുള്ളൊരു പാകത്തിനായി, കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടില്ല. അപ്പം ഞാനിത് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എന്നാലേ ആ ചൂട് പെട്ടെന്ന് അങ്ങ് പോയി കിട്ടുള്ളൂ. അപ്പോൾ നമുക്കത് ആദ്യം ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് കണ്ടോ, നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്, നല്ല ചൂടുമുണ്ട്. അപ്പോൾ ഇത് ആ പേരയ്ക്കൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പേരയ്ക്ക ഉള്ളിൽ നല്ല റോസ് കളറുള്ള പേരയ്ക്കില്ല, അതാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയാണല്ലോ, വീട്ടിലൊന്നും ഉള്ളതല്ലല്ലോ. രണ്ട് ടൈപ്പായിരുന്നു. നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ചെറുതായി കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പം പെട്ടെന്ന് തണുക്കുമല്ലോ. ഇനി നമ്മളിത് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ചൂട് തണിയട്ടെ. അപ്പോൾ ഇത് ഏതാണ്ട് ചൂടൊക്കെ തണിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ നമ്മൾ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ അരച്ചെടുക്കാം. കുരുവൊക്കെ ഉണ്ട്, അപ്പം എന്നാലും കുഴപ്പമില്ല, നല്ലപോലെ അരച്ചെടുക്കാം. അപ്പം നമ്മൾ പേരയ്ക്ക നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ കുരു ഇട്ടിട്ടാണല്ലോ അടിച്ചെടുത്തത്. അതുകൊണ്ട് ചിലപ്പോൾ കുരു ചെറുതായിട്ടുണ്ടാവും. അതുകൊണ്ട് നമ്മളൊന്ന് അരിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഇത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. കുരുവും കൂടെ ചേർത്തിട്ടാണ് അരച്ചെടുത്തത്. പിന്നെ അത് നമ്മൾ കഴിഞ്ഞ് പിന്നെ അരിച്ചെടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഏതാണ്ട് അരച്ച് വന്നപ്പോൾ 1 കപ്പാണ് വന്നിട്ടുള്ളത്. അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം. അപ്പോൾ 1 കപ്പ് പഞ്ചസാര തന്നെയാണ് നമ്മൾ ഇടുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓൺ ചെയ്യാം. സ്റ്റവിൻ്റെ ഫ്ലെയിം നമ്മൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ആണ് വെക്കുന്നത്. എന്നിട്ട് ഇത് ഒന്ന് ഇളക്കി കൊടുത്ത്, ഇപ്പോൾ ആദ്യം ഈ ഷുഗറൊക്കെ ഒന്ന് മെൽറ്റായിട്ട് വരും. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് കളർ ചേർക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കളർ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഫുഡ് കളർ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പൊതുവേ ഇതൊരു റെഡ് കളറിലാണ് കാണാം. അപ്പം ഞാനിപ്പം കളറൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇപ്പം ആ പേരയ്ക്ക ചെറിയൊരു കളർ ഉണ്ടല്ലോ. അപ്പം ഞാൻ എന്തായാലും ഫുഡ് കളറൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. വെള്ളമൊക്കെ കുറേ വറ്റി വന്നിട്ടുണ്ട്, കണ്ടില്ല? ഇങ്ങനെ കുറച്ചിങ്ങനെ വിട്ട് വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്.
ഇത് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെണ്ണ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് ആയതുകൊണ്ട് തന്നെ 1 ടീസ്പൂണ്. ഇപ്പം ആയി വന്നിട്ടുണ്ട്. കണ്ട പാനിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് വരുന്ന പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. നമ്മളപ്പോൾ ഇത് ഒഴിക്കാൻ വേണ്ടിയിട്ടൊരു ഗ്ലാസിൻ്റെ ഒരു ടിന്ന്, നമ്മൾ കേക്കിനൊക്കെ എടുക്കുന്ന പുഡിങ്ങിനൊക്കെ എടുക്കുന്ന പോലത്തെ ഒരു ടിന്നാണ് എടുത്തിട്ടുള്ളത്, ഗ്ലാസിൻ്റെ. അപ്പോൾ ഇതിൽ നമ്മൾ ഓയിൽ തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മാറ്റാം. ഇപ്പം ചെറിയ ക്വാണ്ടിറ്റിയേ ഉള്ളൂ. അപ്പോൾ ഇത് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ മേലെയൊക്കെ ഒന്ന് കുറച്ച് ഓയിലാക്കിയിട്ട് ഇങ്ങനെ സ്പൂണോ എന്തെങ്കിലും എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നോക്ക്, നമ്മൾ കളർ ചേർക്കാതെ തന്നെ ഈ ഒരു കളർ കിട്ടിയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ആ ഒരു പേരയ്ക്ക ഉള്ളിൽ ചുവപ്പ് കളറുള്ളതായിരുന്നല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ കിട്ടിയത്. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഒന്ന് നല്ല ചൂടാണ്, അപ്പോൾ തണുത്ത് കഴിയുമ്പം നമുക്കിത് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ തണുത്തൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നല്ല ഷേപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ? എല്ലാം കട്ട് ചെയ്തെടുക്കാം അല്ലേ? ഇതിൻ്റെ ആ ഒരു കളറ് കണ്ടില്ലേ? നമ്മൾ ആ ഒരു കളറും ചേർത്തില്ല, റെഡ് കളറൊന്നും ചേർക്കാതെയാണ് ഈ ഒരു കളർ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുമ്പം എന്താ ഉള്ളിൽ ചുവന്ന കളറുള്ള പേരൊക്കെയാണെങ്കിൽ ഏറ്റവും നല്ലത്. നമുക്ക് പുറത്തുനിന്ന് വാങ്ങുമ്പം അത് തന്നെ കിട്ടുമെന്നൊന്നും അറിയില്ല, പക്ഷെ അതാണെങ്കിൽ കൂടുതൽ നല്ലത്. നമുക്കെല്ലാം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മൾ കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ നമുക്ക് ഹൽവ പോലെ തോന്നും, പക്ഷെ ഹൽവയുടെ ഒരു ടെക്സ്ചർ അല്ല, ഒരു നല്ല വ്യത്യാസമായിട്ടുള്ളൊരു ടെക്സ്ചർ തന്നെയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ കണ്ടില്ലേ, കുറഞ്ഞ ചേരുവകൾ കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ആകെ അത് ഇളക്കിയെടുക്കേണ്ട ആ ഒരു സമയമുള്ളൂ. ഏതാണ്ട് ഒരു 25 മിനിറ്റോളം തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ, അതായത് അരമണിക്കൂറോളം തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വീട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ പേരയ്ക്ക, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് പഴുത്ത പേരയ്ക്ക എടുക്കണ്ട കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.